തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഞാൻ ആലുവ സെമിനാരിയിൽ താമസിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോവുക പതിവായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം കുട്ടിയെ ഞാൻ കണ്ടു. ഏതാണ്ട് ഒരു 6 വയസ്സ് പ്രായം. അവൻ അവൻ്റെ പള്ളിയിൽ നിന്ന് ഓത്ത് പഠനം കഴിഞ്ഞ് വരുന്ന സമയമാണ്. സാധാരണ ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോൾ പോക്കറ്റിൽ 1-2 മിഠായിയൊക്കെ എടുത്തിട്ടിരിക്കും. കുട്ടികളെ കാണുകയാണെങ്കിൽ കൊടുക്കുക. അന്ന് ഞാൻ ഈ കുട്ടിയെ കണ്ടപ്പോൾ അവന് ഈ മിഠായി കൊടുത്തു. അവൻ സന്തോഷത്തോടെ വാങ്ങി. അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്താ? അപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അവൻ പറഞ്ഞു, എഴുതിത്തരും. ഞാൻ പറഞ്ഞു, എഴുതിത്തരാം. ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലെ പേന എടുത്തു. പക്ഷേ കയ്യിൽ പേപ്പറില്ല. അവൻ്റെ കയ്യിലുള്ള പുസ്തകം ഞാൻ വാങ്ങിയിട്ട് ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ആ പേരെഴുതാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പാടില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് ഞങ്ങളുടെ ഖുർആൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊന്നും വയ്ക്കരുത്, അതിൻ്റെ ഉള്ളിലൊന്നും എഴുതരുത്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഉമ്മച്ചി വേറെ എന്തെങ്കിലും ഇതുപോലെ നിന്നോട് പറയാറുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കണം. എത്ര നല്ല പാഠങ്ങളാണ് ആ ഉമ്മച്ചി ആ മകന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഖുർആൻ അവൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണെന്നും ആ ഗ്രന്ഥത്തിൽ എഴുതാനോ അതിൻ്റെ മുകളിൽ ഒന്നും വയ്ക്കാനോ പാടില്ലെന്നും എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ ചിരിക്കണമെന്നും ഒക്കെ ഉമ്മച്ചി പറഞ്ഞു കൊടുത്ത പാഠം ഈ 6 വയസ്സുള്ള കുട്ടി മനസ്സിൽ സൂക്ഷിക്കുന്നു. വലിയൊരു പ്രചോദനമാണ് ഈ കുട്ടിയുടെ ഈ വാക്കുകൾ. വാസ്തവത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്താൽ മാത്രം മതിയാവും. ജീവിതത്തിൻ്റെ ഗുണപാഠങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ. മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കെടാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ഈ കൊച്ചുകുട്ടി ഒരിക്കലും ആ ഖുർആനോ പഠിപ്പിക്കുന്ന പുസ്തകത്തിലോ ഒന്നും എഴുതില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കാൻ ആ കുട്ടി ശ്രമിക്കും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ഈ കുട്ടി പറഞ്ഞതുപോലെ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള നല്ല വാക്കുകൾ ജീവിതത്തിലെ ഗുണപാഠങ്ങളായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.